ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എന്താണ് ഇന്നേ ദിവസം കഴിക്കുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടൈം 7:30 ആയി. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ പാക്ക് ചെയ്തെടുത്തു. ഒരു പഴമാണ് ഞാൻ എടുത്തത്. പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് രാത്രി വരെ ഉള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു പോവുകയാണ്. ബസ് വന്നതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഞാനൊരു വാനില ലാറ്റെയാണ് ആദ്യം വാങ്ങിച്ചത്. പിന്നെ ഞാൻ പഴം ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഡ്യൂട്ടിക്ക് കയറാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഒരു പഴം കഴിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ വാങ്ങിച്ച വാനില ലാറ്റയും കൂടി, കോഫിയാണ്, അതുകൂടി കഴിച്ചു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് ടൈമായി. നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. ഞാൻ നേരെ പോയത് 7-Eleven അതായത് നമുക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും ടൈം 12:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ബട്ടർ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഓവനിൽ ചൂടാക്കിയിട്ട് നമുക്കിത് എടുക്കാം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓവനിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും എത്ര ടെമ്പറേച്ചറിലാണ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളതിനെ ഓവനിലിട്ട് ചൂടാക്കിയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ എൻ്റെ റൂമിൽ പോയി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. കാരണം ഇനി വെറും ഹാഫ് ആൻ അവർ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ഡ്യൂട്ടി തുടങ്ങാനുള്ള ടൈമായി. അപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് എനിക്കിനി വേറെ ബിൽഡിങ്ങിലാണ് ഡ്യൂട്ടി. അപ്പം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് നേരെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാന്ന് ബസ് കയറി. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചായ ഉണ്ടാക്കി. നാട്ടിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ കുക്കിങ്സ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്തായാലും കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചോറ് വെച്ചു. പിന്നെ പുളിവെള്ളം ഉണ്ടാക്കി, ചിക്കൻ ഉരുക്കുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കാഷ്യൂ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് തോരൻ ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് ഒരു സംഭവ ബഹുലമായ ഫുഡായിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നത്. ഇതമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കടുമാങ്ങ അച്ചാർ. ഇപ്പോഴാണ് ഞാനത് തുറക്കുന്നത്. പപ്പടം, പുളിവെള്ളം, മാങ്ങാച്ചാർ, കടുമാങ്ങ അച്ചാർ, ചമ്മന്തി ആൻഡ് ചിക്കൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.